ഫ്രണ്ട്സ്, ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ്. കുറച്ച് മുരിങ്ങയൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇന്ന് ഇതുകൊണ്ടൊരു അച്ചാർ ഉണ്ടാക്കാൻ പോവുകയാണ്. ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. അതുപോലെ തന്നെ ബിരിയാണിക്കും ഫ്രൈഡ് റൈസിനും ഒക്കെ നമുക്ക് കൂട്ടി കഴിക്കാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ഞാനൊരു 10 എണ്ണം എടുത്ത് കഴുകി വൃത്തിയാക്കിയിട്ട് 3ആയിട്ട് കട്ട് ചെയ്തെടുത്തു. ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. കഴിവതും നമ്മൾ ഈ നീളത്തിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കണം. ഇനി ഇത് നമുക്കൊരു സ്റ്റീമറിലോ അല്ലെങ്കിൽ ഇഡ്ഡലി തട്ടിലോ വച്ച് ആവി കയറ്റി എടുക്കണം. അതായത് ഒരു 10 മിനിറ്റ് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഇത് സ്റ്റീമറിൽ ഇതുപോലെ നിരത്തി കൊടുത്തു. ഇനി നമുക്ക് സ്റ്റൗവിലോട്ട് വച്ച് കൊടുക്കാം. പത്ത് മിനിറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. ഇത് ഏകദേശം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. വീണ്ടും ഇത് അടച്ച് തന്നെ വച്ചേക്കുക. അപ്പോൾ എന്നിട്ട് തണുത്തതിന് ശേഷം നമുക്ക് എടുത്ത് ഇതുപോലെ ഒരു സ്പൂൺ കൊണ്ട് അതിൻ്റെ അകത്തുള്ള ദശയെല്ലാം എടുക്കണം. അപ്പോൾ ഇത് നല്ലതായിട്ട് വെന്തതുകൊണ്ട് നമുക്ക് സ്പൂണിൽ ഇങ്ങനെ എടുക്കാനായിട്ട് വളരെ ഈസി ആയിരിക്കും. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ എടുക്കണം. അപ്പോൾ 10 മുരിങ്ങക്കയിൽ നിന്ന് ഇത്രയും കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലോട്ടിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അടിച്ചെടുക്കണം. ഇത് ഒന്നാമത് ഇത് നന്നായിട്ട് വെന്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാടങ്ങ് അരഞ്ഞു പോകണ്ട. ഈ ഒരു പരുവത്തിൽ അരച്ചെടുക്കണം. കണ്ടോ, ഇതുപോലെ അരയ്ക്കണം. ഈ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കുക. പാൻ ഒന്ന് ചൂടായതിന് ശേഷം ഒരു 5 സ്പൂൺ നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തു. നല്ലെണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണ വേണമെങ്കിൽ ഉപയോഗിക്കാം. പക്ഷേ നല്ലെണ്ണയാണ് അച്ചാറിന് നല്ലത്. അപ്പോൾ ഈ നല്ലെണ്ണയൊക്കെ ഒന്ന് ചൂടായതിന് ശേഷം 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കുകയാണ്. കടുകൊക്കെ ഒന്ന് പൊട്ടിയതിന് ശേഷം ഞാൻ കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുത്തു. കറിവേപ്പില കൂടുതലിട്ടാൽ അത്രയും നല്ലതാണ്. ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. വെളുത്തുള്ളിയുടെ അളവ് പറയുകയാണെങ്കിൽ ഒരു 3-4 കുടം വെളുത്തുള്ളി ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും താല്പര്യമുണ്ടെങ്കിൽ കുറച്ച് വെളുത്തുള്ളി കുറയ്ക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇതൊന്ന് ഏകദേശമൊക്കെ ഒന്ന് മൂത്ത് വരണം. എന്നിട്ട് അതിലോട്ട് നമ്മുടെ മുരിങ്ങക്ക അരച്ചത് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. സ്റ്റൗവ് മീഡിയം ടു ലോ ഫ്ലെയിമിലായിരിക്കണം, അല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. അതൊന്ന് ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് ഞാനൊരു 2.5 സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. അതിന് നല്ല കളറായിരിക്കും. അതുപോലെ എരിവും കാണത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർത്ത് കൊള്ളുക. പിന്നെ ഉപ്പിട്ട് കൊടുക്കുകയാണ്. ഒപ്പം തന്നെ ഒരു 1/2 സ്പൂണ് ഉലുവപ്പൊടിയും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കണം. ഇതുപോലെ വഴണ്ട് വരുമ്പോഴത്തേക്കും ഒരു 3/4 ഗ്ലാസ് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഞാനൊരു ചെറിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഒഴിച്ചത്. ഇനി ഇത് നന്നായിട്ട് വറ്റിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിലൊന്നും വച്ച് കൊടുക്കരുത്. ലോ ഫ്ലെയിമോ അല്ലെങ്കിൽ മീഡിയം ഫ്ലെയിമോ വച്ച് കൊടുക്കുക, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ എണ്ണയൊക്കെ ഇങ്ങനെ മുകളിലോട്ട് ഞൊടിഞ്ഞ് വരും. അപ്പോൾ ഇത് വറ്റും തോറും എണ്ണ ഇങ്ങനെ മുകളിൽ വരും. അപ്പോൾ അതാണ് അതിൻ്റെ പരുവം. ഇനി കുറച്ച് നേരം കൂടെ ഇളക്കണം. അപ്പോൾ കുറച്ചുകൂടെ ഒന്ന് വറ്റാനുണ്ട്. അപ്പോൾ നമ്മുടെ മുരിങ്ങക്ക അച്ചാർ റെഡി ആയിട്ടുണ്ട്. ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി.
ശരിക്കും വളരെ ടേസ്റ്റിയാണ്. ഇത് ദോശയ്ക്കും ഇഡ്ഡലിക്കും ചപ്പാത്തിക്കോടൊപ്പം ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റും. വളരെ ടേസ്റ്റിയാണ്. അതുപോലെ ബിരിയാണി, ഫ്രൈഡ് റൈസ് അതിൻ്റെ കൂടെയൊക്കെ നമുക്ക് കഴിക്കാം. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടുകയും ചെയ്യും. ഇത് നമുക്ക് 2-3 മാസം വരെയൊക്കെ വച്ചിരുന്ന് ഉപയോഗിക്കാം. പിന്നെ വിനാഗിരിയൊന്നും ഉപയോഗിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഫ്രിഡ്ജിൽ വെച്ച് ഉപയോഗിക്കുക. അതുപോലെ ഇപ്പോൾ മുരിങ്ങക്കയൊക്കെ ധാരാളം കിട്ടുന്ന സമയമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ബൈ.